അപ്പോൾ മക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉപ്പേരി വെക്കാനുള്ള സാധനമാണ് കേട്ടോ. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ട. ഇത് കൈപ്പക്ക, ക്യാരറ്റ്, കൈപ്പക്ക സാമ്പാർ കഷ്ണം മേടിച്ച് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 പീസ് തന്നെ ഉള്ളൂ. അത് എന്താ ചെയ്യുക വിചാരിച്ചാൽ കുറേ ദിവസം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടി. കൈപ്പക്ക സാമ്പാറിൽ ഇട്ട് കഴിഞ്ഞാൽ കൈക്കൂലേ വിചാരിച്ചിട്ട് അത് സാമ്പാർ കഷ്ണത്തിൽ ഇടും ചെയ്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അതൊന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് ക്യാരറ്റ് ക്രഷ് ചെയ്ത് നല്ല ചെറുതാക്കി ക്രഷ് ചെയ്ത് ക്യാരറ്റുണ്ട് അതിൽ, പിന്നെ സവാള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, തേങ്ങ, അതിൽ കുറച്ച് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് 2 ഉണക്കമുളക് ഇട്ടു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ അരിഞ്ഞത് എല്ലാതും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനങ്ങനെ ആവിയിൽ നല്ല വേവിച്ചെടുക്കട്ടോ. പക്ഷെ നല്ല അടി പിടിക്കണേന് ചെറുതായിട്ടൊന്നൊരു 2 സ്പൂൺ വെള്ളം ഒന്നുകൊണ്ട് കുടഞ്ഞു കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അപ്പം അത് അങ്ങനെ കിടന്നിട്ട് അങ്ങനെ വെന്തോളൂ, അതിനെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഉപ്പേരി അങ്ങനെ സെറ്റാക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് ഇന്നലെ വെച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കൊള്ളി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് തട്ടിക്കൂട്ടിയിട്ട് ഒരു കൊള്ളിയും ഇറച്ചിയാക്കി മാറ്റി. പിന്നെ സാമ്പാറാണ് വെച്ചത് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെച്ചു. ഇത് കടുക് വറുത്തിട്ടില്ല, കടുക് വറുക്കുന്നതിന് മുമ്പ് തേങ്ങ അരച്ചൊഴിച്ചതാണ് കേട്ടോ. പിന്നെ ചോറ് മുമ്പേ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പച്ചയൊന്നുമില്ല, ഫുൾ ഉണക്കലാണ്, പച്ചമീനില്ല. ഇതൊക്കെ പാത്രങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. പക്ഷേ പൂച്ചക്ക് ഇന്ന് മീൻ കിട്ടായിട്ട് ഭയങ്കര അക്രമം. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരക്കുമ്പോൾ എന്നും പൂച്ചക്ക് മീൻ തിന്നിട്ട് ഇന്ന് മീൻ കിട്ടിയിട്ടില്ലേ, അതിൻ്റെ ഒരു തത്രപ്പാട്. അപ്പം നമ്മൾ ചിക്കൻ ഇതും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ചീനമുളക്, വെള്ളമുളക് ഇട്ട് അതിനെ സുർക്കയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ സാമ്പാർ കടുക് വറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലത്തൊരു തുണി വിരിച്ചിട്ടുണ്ടെന്ന്, അത് പിന്നെ ഞാൻ എടുത്തില്ല. അതങ്ങനെ ഇടയ്ക്ക് കൈയൊക്കെ തുടക്കാൻ, അതാണ് അത് കേട്ടോ. പിന്നെ ഈ ചട്ടി പുതിയ ചട്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പുതിയ ചട്ടിയിലാണ് കേട്ടോ പപ്പടം കാച്ചുന്നത്. ഗ്യാസൊക്കെ ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കണത്. അതൊക്കെ ലാസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ക്ലീൻ ആക്കുള്ളൂ കേട്ടോ. എന്താ ഞാൻ പറഞ്ഞില്ലേ, പൂച്ചകളിങ്ങനെ കെട്ടുന്നിങ്ങനെ ഭയങ്കര തത്രപ്പാട്. നമ്മൾ പപ്പടം പൊരിച്ചും കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഉണക്കൽ മീൻ മസാല പരത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ പപ്പടം ഇട്ട് അത് കഴിഞ്ഞ് നമ്മുടെ പപ്പടം പൊരിക്കൽ ഫുള്ള് കഴിഞ്ഞിട്ടോ. പിന്നെ ആ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ ഉണക്കലും പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണതിൻ്റെ ഇടയിൽ പിന്നെ റെഡി എൻ്റെ പെരയുടെ മുകളിൽ മയിലത് വന്നിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മയിലോ എവിടെ അടി അയച്ച്? അതടി എൻ്റെ പെരയുടെ മുകളിൽ സെയിംബീന്ന് എഴുതിയിട്ടില്ലേ, സെയിംബീന്ന് എഴുതിയതിൻ്റെ മുകളിലാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ സെയിംബീന്ന് എഴുതിയത് ശ്രദ്ധിക്കണം ഗൈസ്. അങ്ങനെ മയിൽ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ മയിലിനെ തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മലം വെച്ച് കിടക്കുക, താഴത്തേക്ക് ഇറങ്ങണമില്ല പറക്കണമില്ല. അപ്പോൾ പറക്കും വെച്ചിട്ട് കുറേ നേരം നിന്നു. ഞാൻ പറക്കൂലെന്ന് തന്നെ മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാൽനട സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മയിൽ. അപ്പം അത്ര കൊള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വരാം.